രേണുക നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആംബുലൻസിൽ ഓരോ വ്യക്തികളെ കൊണ്ടുവരികയാണ്. വളരെ ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ വിഷമിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇത്. നേരത്തെയൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഓരോ ചാക്കിൽ ആക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഓരോ മൃത ശരീരങ്ങൾ, മൃത അവശിഷ്ടങ്ങളായിട്ട്, അതായത് ചിന്നിച്ചിതറിയ രീതിയിലാണ് നമ്മുടെ ശരീരം കാണപ്പെടുന്നത്. അതൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് സ്വന്തം ബന്ധുക്കളെ തേടി എത്തുന്ന നിരവധി പേരുണ്ട് ഇവിടെ. അവരെ രക്ഷപ്പെട്ടോ അതോ ഇപ്പോഴും അവിടെ തന്നെയാണോ, കുടുങ്ങിക്കിടക്കുകയാണോ എന്നൊന്നും അറിയാതെ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ഒരു വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്രയും വേഗം ആളുകളെ കഴിയുന്നതും രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ എത്രയും വേഗം ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക, വേണ്ട ചികിത്സ കൊടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും മുന്നിലേക്ക് വയ്ക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഓരോ ശരീരഭാഗങ്ങളായിട്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നത്. ഒരു ചാക്കിലാക്കി രീതിയിലാണ് ശരീരഭാഗങ്ങൾ. എത്ര ദയനീയമായി, എത്ര വിഷമിപ്പിക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് രേണുക. ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യനിത് കണ്ടു നിൽക്കുക? ഒരു മനുഷ്യൻ്റെ ശരീരം മാത്രം, ഒരു അവയവം മാത്രം എത്തിക്കുന്ന കാഴ്ചകൾ. അങ്ങനെ നിരവധി പേര് ഉറ്റവരെ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതിരിക്കുന്നവരുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്ഫോടനത്തിൻ്റെ പൊട്ടിത്തെറിയാണ് അതിലേറെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പ്രതികൂല സാഹചര്യമായി നിൽക്കുന്നത്. അപ്പോൾ പോലും കഴിയുന്നതും ആളുകളെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് ബേൺ ICU ഉണ്ട്. അവിടെ നിരവധി പേർ ചികിത്സയിലുണ്ട്. നേരത്തെ മന്ത്രി പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ ഔദ്യോഗികമായി 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ICUവിൽ 10 പേരുണ്ട്, 2 പേർ വെന്റിലേറ്ററിൽ, 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. കാരണം സമയം പോലും നോൽക്കാതെ, സാധാരണ നമുക്കറിയാം 4 മണിവരെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ സമയം പോലും വകവയ്ക്കാതെ DNA പരിശോധന അടക്കം പോസ്റ്റ്മോർട്ടം എല്ലാ നടപടികളും പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നിരവധി ആളുകളാണ് ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയതും. വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി തങ്ങളുടെ നാടിനെ തേടിയെത്തിയ, അല്ലെങ്കിൽ നാടിന് സംഭവിച്ച ഒരു ദുരന്തം, അത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. വലിയ വേദനയോടുകൂടി തന്നെയാണ് ആളുകൾ എല്ലാവരും ഇവിടെ ഓടിയെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സംഭവ സ്ഥലത്തും ഈ പാടത്തും ഈ സംഭവം നടന്ന, സ്ഫോടനം നടന്ന സ്ഥലത്ത് പോലും ആളുകൾ അത്രയേറെ ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ മന്ത്രിമാരായും രാഷ്ട്രീയ നേതാക്കളായിട്ടും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ മന്ത്രി P. രാജീവ് അകത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ സന്ദർശനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഈ പൊള്ളലേറ്റവരെ സന്ദർശിക്കുകയാണ്. അങ്ങനെ ഓരോ വ്യക്തികളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് അടക്കം അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ വേദനയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നാടിനെത്തിയ ഒരു സംഭവം തന്നെയാണ് ഇവിടെ. തീർച്ചയായും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആളുകളുടെ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി R. ബിന്ദു ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ ദുഃഖകരമായ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് കാണുന്നത്. ആംബുലൻസ് ഇപ്പോഴും ശരീരഭാഗങ്ങളുമായി അവിടേക്ക് എത്തുന്നു എന്നത് നമ്മൾ കാണുകയാണ്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വിഷയത്തിൽ അനുശോചിച്ച് ഒരു കുറിപ്പും ഇട്ടിരുന്നു. അപ്രതീക്ഷിത അപകടം അത്യന്തം ദൗർഭാഗ്യകരമാണ് എന്ന് മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് എല്ലാവിധ മികച്ച ചികിത്സാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നത് സൂചിപ്പിച്ചിരുന്നു. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നതെന്നും സൂചിപ്പിച്ചിരുന്നു. ഒപ്പം കൺട്രോൾ റൂം നമ്പരും മന്ത്രി ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം മിനിസ്റ്റർ ആശുപത്രിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. നേരത്തെ മന്ത്രി VN വാസവൻ അവിടെ എത്തിയിരുന്നു. ഈ രാത്രി തന്നെ
പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയെന്ന കാര്യം മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു. സർക്കാർ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് 8 മരണമാണ്. അത് 8 പേരെ തിരിച്ചറിഞ്ഞ ആളുകളാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 13 പേർ മരിച്ചിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നില്ല. DNA പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷമായിരിക്കും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക മരിച്ചവരെ സംബന്ധിച്ച്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നിരവധി പേർ അവിടേക്ക് എത്തിയിരിക്കുന്നതാണ്. ഈ തിരിച്ചറിയാത്ത മനുഷ്യർ, കാണാതായവർ, അതായത് 42 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. അതിൽ കുറേ പേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാണാതായവർ, അവരുടെയൊക്കെ ബന്ധുക്കൾ വലിയ ആശങ്കയോടുകൂടി ആശുപത്രിയിലേക്കും രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്കും ഒക്കെ എത്തുന്നുണ്ട്. വലിയ ആശങ്ക. പിന്നെ നാടിനുണ്ടായ വലിയൊരു ദുരന്തം, അതിൽ ദുഃഖിതരായ മനുഷ്യർ, എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് എത്തുന്നവരൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങേയറ്റം ദാരുണമായ സംഭവം. ഉച്ചയ്ക്ക് 2:40 ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 12 വെടിപ്പുരകളും കത്തി ചാമ്പലായിരിക്കുന്നു. നമ്മൾ ഡ്രോൺ ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും അവശേഷിക്കുന്നില്ല. ആ 12 വെടിപ്പുരകളും കത്തി നശിച്ചിരിക്കുന്നു. ആ പാടം, 2.5 ഏക്കർ വരുന്ന പാടത്തിൻ്റെ 1/4 ഭാഗവും കത്തി നശിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഇനി എത്ര പേർ ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല. കാരണം രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ നടത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഇപ്പോഴും സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവന് പോലും ഭീഷണിയാകുമെന്ന ഒരു ഘട്ടത്തിലാണ്. ആ രീതിയിൽ വളരെ ശ്രദ്ധിച്ചു മാത്രമേ അവിടങ്ങളിൽ പോകാൻ പറ്റുന്നുള്ളൂ, തെരച്ചിൽ നടത്താൻ പറ്റുന്നുള്ളൂ എന്നതാണ് സാഹചര്യം. എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. 13 മരണം സംഭവിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.